ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാം സിലബസിലെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC, റെയിൽവേ എക്സാംസിനൊക്കെ ചോദിച്ചു വരാറുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റത്തോടു കൂടിയൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആക്കേണ്ട, ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഓപ്ഷൻസ് എല്ലാം വായിക്കുന്നില്ല, ശരി ഉത്തരം മാത്രമേ വായിക്കുന്നുള്ളൂ. കേട്ട് പഠിക്കുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. First question, a body continues in its state of rest or of uniform motion in a straight line unless acted upon by an external unbalanced force. ഇത് ഏത് നിയമമാണ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അഥവാ ലോ ഓഫ് ഇനർഷ്യ എന്നറിയപ്പെടുന്നതാണ് ഈ നിയമം. ഈ നിയമത്തിൻ്റെ മെയിൻ ഐഡിയ എന്തെന്ന് വെച്ചാൽ, ഒരു വസ്തുവിൻ്റെ ചലനത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഒരു ബാഹ്യബലം പ്രയോഗിക്കണം, അല്ലെങ്കിൽ അത് ഏത് അവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെ തുടരും. ഇപ്പോൾ റെസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരും, അപ്പോൾ മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടരും. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബുക്ക് ഒരു ടേബിളിൽ ഇരിക്കുന്നു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ആ ബുക്ക് അതേ റെസ്റ്റിൽ തന്നെ തുടരും. പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബോൾ തറയിൽ കൂടെ ഇങ്ങനെ ഉരുണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ആ ബോൾ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ആവുന്നത്. ഏതായിരിക്കും എക്സ്റ്റേണൽ ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണമാണ് ബോളിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വെൻ എ ബസ് സഡൻലി സ്റ്റാർട്ട്സ് ദ പാസഞ്ചേഴ്സ് ഫോൾ ബാക്ക്വേർഡ്, ദ റീസൺ ഈസ്. അതായത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ആളുകളെല്ലാം പിറകോട്ട് വീഴുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഉത്തരം ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. കാരണം എന്തെന്ന് വെച്ചാൽ പാസഞ്ചേഴ്സ് ഇത്രയും നേരം ആ ബസ്സിൽ റെസ്റ്റിലിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു മോഷൻ വരുമ്പോൾ അവരുടെ ബോഡി അത് റെസിസ്റ്റ് ചെയ്യും. ദെയർ ഇനേർഷ്യ റെസിസ്റ്റ് ദ സഡൻ മോഷൻ. അതുകൊണ്ട് അവർ റെസ്റ്റിൽ തന്നെ തുടരാൻ നോക്കുന്നതാണ്, അതുകൊണ്ടാണ് ബാക്കിലോട്ട് പോകുന്നത്. അടുത്ത ചോദ്യം, വെൻ എ മൂവിങ് ബസ് സ്റ്റോപ്പ് സഡൻലി ദ പാസഞ്ചേഴ്സ് ഫോൾ ഫോർവേഡ് ബിക്കോസ് ഓഫ്. അതായത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ അതിലുള്ള യാത്രക്കാർ മുന്നോട്ട് വീഴുന്നു. അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഇനേർഷ്യ ഓഫ് മോഷൻ. അതായത് ഇപ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ആളുകളും മോഷനിലാണ്. അപ്പോൾ ആളുകളും ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് നിൽക്കുമ്പോൾ അവരുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരില്ല, പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ പറ്റില്ല, അതുകൊണ്ടാണ് മുന്നോട്ട് വീഴുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ലോ ഓഫ് ന്യൂട്ടൺ ഡിഫൈൻസ് റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ്, മാസ് ആൻഡ് ആക്സിലറേഷൻ. ന്യൂട്ടൻ്റെ ഏത് നിയമമാണ് ബലവും മാസും ത്വരണവും തമ്മിലുള്ള ബന്ധം പറയുന്നത്? ഉത്തരം ന്യൂട്ടൺ സെക്കൻഡ് ലോ, ന്യൂട്ടൻ്റെ രണ്ടാം നിയമമാണ് പറയുന്നത്. ന്യൂട്ടൻ്റെ രണ്ടാം നിയമം എന്താ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്, അഥവാ F = dp/dt = ma. dp/dt എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ma മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അടുത്ത ചോദ്യം, ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഡാഷ്. അതായത് ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഉത്തരം ന്യൂട്ടൺ. എന്താണ് 1 ന്യൂട്ടൺ എന്ന് വെച്ചാൽ? 1 ന്യൂട്ടൺ = 1 കിലോഗ്രാം m/s². അതായത് 1 കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിനെ 1 m/s² ആക്സിലറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ത്വരണം വരുത്താൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. അടുത്ത ചോദ്യം, വെൻ യു പുഷ് എ വോൾ ഇറ്റ് പുഷസ് യു ബാക്ക് വിത്ത് ഈക്വൽ ഫോഴ്സ്, ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ. അതായത് നമ്മളൊരു മതിൽ തള്ളുമ്പോൾ ആ മതിൽ അതേ ബലത്തിൽ നമ്മളെ തിരിച്ചു തള്ളുന്നു. ഇത് ഏത് നിയമം അനുസരിച്ചാണെന്നാണ് ചോദ്യം. ഉത്തരം ന്യൂട്ടൺസ് തേർഡ് ലോ, ന്യൂട്ടൻ്റെ മൂന്നാം നിയമം. എന്താ ന്യൂട്ടൻ്റെ മൂന്നാം നിയമം? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തിക്കും ഒരു തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വരാം. എന്താണെന്ന് വെച്ചാൽ, ഈ ഫോഴ്സസ് ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്ത് പോക്കൂടെ? എന്തുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്ത് പോകാത്തത്? ഇത് ക്യാൻസൽ ചെയ്ത് പോകാത്ത മറ്റൊന്നുമല്ല, ഈ രണ്ട് ബലങ്ങളും ആക്ട് ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് ബോഡീസിലാണ്. 2 വ്യത്യസ്ത വസ്തുക്കളിലാണ് ഈ ബലങ്ങൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്ത് പോകാത്തത്. നമ്മളിവിടെ പറഞ്ഞ ഉദാഹരണമാണെങ്കിൽ നമ്മളെ പ്രവർത്തനം എവിടെയാണ്? ഭിത്തിയിലും പ്രതിപ്രവർത്തനം നമ്മളിലും അല്ലേ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്ത് പോകാത്തത്.
അടുത്ത ചോദ്യം, എ ഹോഴ്സ് പുൾസ് എ കാർട്ട് ഫോർവേഡ്, വിച്ച് ഫോഴ്സ് മൂവ്സ് ദ കാർട്ട്? കുതിര വണ്ടി വലിക്കുന്നു, അപ്പോൾ ഏത് ബലമാണ് വണ്ടിയെ നീക്കുന്നത് എന്നാണ് ചോദ്യം. അതായത് കുതിര ഗ്രൗണ്ടിൽ പുറകിലോട്ട് ബലം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഗ്രൗണ്ട് തിരിച്ച് ബലം മുന്നോട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കാർട്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഉത്തരം ഫ്രിക്ഷൻ ബിറ്റ്വീൻ വീൽസ് ആൻഡ് ഗ്രൗണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ ഹോഴ്സ് പുഷസ് ദ ഗ്രൗണ്ട് ബാക്ക്വേർഡ്. ദ ഗ്രൗണ്ട് റിയാക്ഷൻ പുഷസ് ദ കാർട്ട് ഫോർവേഡ്. ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. അടുത്ത ചോദ്യം, എ ബുക്ക് റെസ്റ്റ് ഓൺ എ ടേബിൾ, ഐഡൻറ്റിഫൈ ആക്ഷൻ റിയാക്ഷൻ പെയർ. അതായത് ഒരു പുസ്തകം ഒരു മേശപ്പുറത്ത് ഇരിക്കുകയാണ്. ഇവിടെ ആക്ഷൻ റിയാക്ഷൻ ഏതാണെന്നാണ്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും. ആൻസർ ഈസ് ബുക്ക് പുഷസ് ടേബിൾ ഡൗൺ, ടേബിൾ പുഷസ് ബുക്ക് അപ്പ്. അതായത് ബുക്ക് ടേബിളിലോട്ട് ബലം കൊടുക്കുന്നു, ടേബിള് ബുക്കിലോട്ട് ബലം കൊടുക്കുന്നു. അടുത്ത ചോദ്യം, എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ ആക്ട്സ് ഓൺ എ 4 കിലോഗ്രാം ഒബ്ജെക്റ്റ്, ഫൈൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ. അതായത് 20 ന്യൂട്ടൺ ബലം 4 കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്നു. ആ വസ്തുവിൻ്റെ ആക്സിലറേഷൻ അഥവാ ത്വരണം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇത് മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണുള്ളത്. F=ma. അതായത് ഫോഴ്സ് = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ബലവും തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. നമുക്ക് ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ A=F/m. ഫോഴ്സ് എന്ന് പറയുന്നത് 20, മാസ് എന്ന് പറയുന്നത് 4. അപ്പോൾ 20/4 = 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. അടുത്ത ചോദ്യം, എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ആക്ട്സ് ഫോർ 3 സെക്കൻഡ്, വാട്ട് ഈസ് ദ ഇമ്പൾസ് ഡെലിവേർഡ്? അതായത് 3 സെക്കൻഡ് സമയത്തേക്ക് 10 ന്യൂട്ടൺ ബലം അനുഭവപ്പെടുന്നു. അവിടെ ഉണ്ടായ ആവേഗം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ആവേഗം എന്ന് വെച്ചാൽ എന്താ? ഒരു ചെറിയ സമയത്തിൽ അനുഭവപ്പെടുന്ന വലിയ ബലത്തിനാണ് ആവേഗം അഥവാ ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ആവേഗം അഥവാ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം, ആക്ക വ്യത്യാസത്തിന് തുല്യമാണ്. അപ്പോൾ ഇത് ഏത് ഇക്വേഷൻ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇമ്പൾസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ J ആണ്. J=F∆t. അതായത് ചെറിയ സമയത്തിൽ അനുഭവപ്പെടുന്ന വലിയ ബലം. അപ്പോൾ ഇവിടെ ബലവും തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 × 3 = 30 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഇൻ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഡാഷ്. അതായത് ബാഹ്യബലമൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ ആകെ രേഖീയാക്കം എത്രയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നാണ്. ഉത്തരം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതായത് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അഥവാ ആക്ക സംരക്ഷണ നിയമമാണ്. എക്സ്റ്റേണൽ ഫോഴ്സസ് 0 ആണെങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് = 0 ആണെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടോപ്പിക്കിലെ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക്